ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ മുടിനര അകറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് തയ്യാറാക്കുന്നത്. ഒരു ഹെയർ പാക്ക് മോഡലുള്ളതാണ്. നമുക്കിത് ആഴ്ചയിൽ ഒരിക്കൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിടുവായിട്ടുള്ള നല്ല റിസൾട്ട് നമ്മുടെ മുടിക്ക് കിട്ടുന്നതാണ്. ഇത് അകാല നിരയുള്ളവർക്കും അതുപോലെ സാധാരണ നിരയുള്ളവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാം. ഓൾറെഡി ഡൈ ഒക്കെ ചെയ്യുന്നവർക്ക് നമുക്ക് മുടിയുടെ ആ ഒരു ടോൺ ഒന്ന് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പം നമ്മൾ തയ്യാറാക്കുന്ന ഈ ഹെയർ പാക്ക് മുടിനര തടയാനും അതേപോലെ തന്നെ മുടി വളർച്ചയെ കൂട്ടാനും സഹായിക്കുന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ്സ് എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് ഉലുവയാണ്. 1 ടീസ്പൂൺ ഉലുവയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഉലുവയെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മുടിക്ക് ഒരു ദോഷവും വരുത്താത്ത ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. പക്ഷേ എടുക്കുമ്പോൾ നമ്മൾ 1 ടീസ്പൂൺ അളവിൽ മാത്രം നമുക്ക് ഒരു യൂസിനായിട്ട് എടുക്കുക. അപ്പോൾ മുടി വളർച്ച കൂട്ടും, അതുപോലെ തന്നെ മുടിയുടെ ആരോഗ്യത്തിന് ഒക്കെ സഹായിക്കുന്ന കുറേ പോഷകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഷാമ്പൂവിൻ്റെയും കണ്ടീഷണറിൻ്റെയും ഗുണം കൂടി നമുക്ക് നൽകാൻ കഴിവുള്ളതാണ് ഉലുവ. അതുപോലെ മുടി നല്ല സ്ട്രോങ് ആയിട്ട് ഇരുത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരുപാട് അമിനോ ആസിഡ്സ് ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അകാല നര ഉള്ളവർക്ക് ഉപയോഗിക്കാനായിട്ട് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കരിഞ്ജീരകം നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും മുടി കൊഴിച്ചിൽ മാറാനും മുടി നല്ല കറുപ്പ് നിറത്തിൽ വളരാനും ഒക്കെ സഹായിക്കുന്നതാണ്. നെല്ലിക്ക ആണ് അടുത്തായിട്ട് നമുക്ക് വേണ്ടത്. 1 നെല്ലിക്കയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നെല്ലിക്ക നല്ല ബെസ്റ്റാണ് നമ്മുടെ മുടിനര ഉള്ള ആൾക്കാർക്കെല്ലാം യൂസ് ചെയ്യാനായിട്ട്. ഒരുപാട് അമിനോ ആസിഡ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ഗ്രേ ഹെയറിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതാണ്. നര സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരെല്ലാം ഡെയിലി 1 നെല്ലിക്ക കഴിക്കുന്നത് നല്ലതാണ്, പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്കുണ്ടാകുന്ന നര. അപ്പോൾ ഉലുവയും അതുപോലെ തന്നെ കരിഞ്ജീരകവും നമ്മളൊന്ന് കഴുകി കുറച്ച് വെള്ളത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നെല്ലിക്ക കൂടി എടുത്ത് ഇതിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മുടിയെ ഹെൽത്തി ആയിട്ട് ഇരുത്താനായിട്ട് സഹായിക്കുന്ന ഈ 3 കാര്യങ്ങൾ കൂടി അടപ്പത്ത് വെച്ച് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിൻ്റെ സത്തെല്ലാം നന്നായിട്ട് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വരണം. അപ്പോൾ നന്നായിട്ട് ഇത് തിളച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ കാപ്പിപ്പൊടിയില്ലേ, അപ്പോൾ നല്ല ശുദ്ധമായിട്ടുള്ള കാപ്പിപ്പൊടി 1 സ്പൂൺ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. നമ്മുടെ വൈറ്റായിട്ടുള്ള ഹെയറൊക്കെ അതൊക്കെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി കിട്ടാനായിട്ടൊക്കെ ഈ ഒരു കാപ്പിപ്പൊടി ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും. ഈ ഒരു കോമ്പിനേഷൻ നല്ല രീതിയിൽ നമ്മുടെ മുടിയെ സഹായിക്കും. അപ്പോൾ നന്നായിട്ട് തിളച്ചൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിത് തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വയ്ക്കാം. ഇപ്പം നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അരിച്ച് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ സാധാരണ നമ്മൾ എണ്ണ തേക്കുന്ന പോലെ തന്നെ എണ്ണ തേച്ച് ഒരു അരമണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ ഒരു 20 മിനിറ്റിന് ശേഷം, നമ്മൾ എത്ര സമയമാണ് വെയിറ്റ് ചെയ്യുന്നത് അത്രയും സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഇതൊരു ലിക്വിഡ് ടൈപ്പ് ഹെയർ പാക്കാണ് കേട്ടോ. ഇത് നമുക്ക് മുടിയിൽ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കാം. മുടിയിലും അതുപോലെ സ്കാൽപ്പിലും ഒക്കെ നമുക്ക് തേച്ച് പിടിപ്പിക്കാം. നരയുള്ള ഭാഗത്ത് പ്രത്യേകമായിട്ട് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് തേച്ച് പിടിപ്പിക്കുക. വെള്ളം കോരി ഒഴിക്കുന്ന ആ രീതിയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മുടിയിൽ പറ്റത്തക്ക രീതിയിൽ പുരട്ടി കൊടുത്താൽ മതി. ഞാനിത് 1 മണിക്കൂറിന് ശേഷമാണ് വാഷ് ചെയ്ത് കളയുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.